മനുഷ്യാവതാരത്തിലൂടെ ദൈവമാതാവ് പ്രാപിച്ച മഹിമയെക്കുറിച്ചാണ്. ഈ മെയ് മാസം മുഴുവനും പരിശുദ്ധ ദൈവമാതാവിൽ തിളങ്ങി വിളങ്ങിയ ഓരോരോ പുണ്യങ്ങളെക്കുറിച്ചുമാണ് രക്ഷാകര സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ ഒന്നാമതായിട്ട് ധ്യാനിക്കുന്നത് മനുഷ്യാവതാരത്തിലൂടെ ദൈവമാതാവിന് കൈവന്ന മഹിമയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായി ദൈവമാതാവ് ഉയർത്തപ്പെട്ടു എന്നതിനെ പറ്റിയാണ്. കൃപാസനത്തിലെ മരിയൻ ഉടമ്പടിയുമായിട്ട് ഈ ഒരു ഭാഗത്തിന് വലിയ ബന്ധമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ കൃപാസനത്തിലെ ദൈവമാതാവ് മദർ ഓഫ് കോസ്മോസ് ആണ്, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രത്യേകമായിട്ട് യോഹന്നാൻ 2:5 തിരുവചന ഭാഗം മരിയൻ ഉടമ്പടി പ്രാർത്ഥനയുടെ മർമ്മമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവമാതാവായി ഉയർത്തപ്പെട്ടതിന് ശേഷം ദൈവമാതാവിൻ്റെ ആ ഒരു വലിയ കപ്പാസിറ്റി എന്തുമാത്രമാണെന്ന് ദൈവമഹത്വ അടയാളത്തിലൂടെ, ആദ്യത്തെ ഈ ലോകത്തിലെ ദൈവമഹത്വ അടയാളത്തിലൂടെ അത് വ്യക്തമാണ്. സമയമായില്ല എന്ന് പുത്രൻ പറയുമ്പോൾ ദൈവപിതാവിൻ്റെ സന്ദേശം ഉൾക്കൊണ്ട് പരിശുദ്ധാത്മ പ്രേരണയാൽ ദൈവമാതാവ് പറയുന്നത് ഇപ്രകാരമാണ്: അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ ദൈവമാതാവിൻ്റെ സമയത്തിൻ്റെ മേലുള്ള വലിയ മധ്യസ്ഥ സ്വാധീനത്തെ വെളിവാക്കുന്നതാണ് ഈ ഒരു തിരുവചന ഭാഗം. നമ്മളും മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. സമയമായില്ല എന്ന് പറയുമ്പോൾ ദൈവമാതാവ് ഒരു ഫയലിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് ഒപ്പിട്ടത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒരു GNM നേഴ്സിൻ്റെ സാക്ഷ്യം ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ അതിന് സാക്ഷ്യ വിശകലനം ചെയ്യുകയുണ്ടായി. ആ മകള് 200ഓളം ആപ്ലിക്കേഷൻ അയച്ചിട്ടും ഒരു സ്ഥലത്തു നിന്നും ഇൻ്റർവ്യൂവിന് വിളിക്കാനോ ആ മകളെ ജോലിക്കെടുക്കാനോ ആരും തയ്യാറായില്ല. അപ്പോൾ ഈ മകള് പറഞ്ഞത് ഇപ്രകാരമാണ്: സമാനമായിട്ടുള്ള വിഷമതകളിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചപ്പോൾ ഞാനൊരു ദർശനം കണ്ടു. ദർശന പ്രകാരമാണ് സിൽവർ ഗ്രേ നിറമുള്ള ദൈവമാതാവ് ഉണ്ണീശോയുമായി കടന്നു ചെന്ന് ഒരു ഗ്ലാസ് ഡോറ് തുറന്നു ചെന്ന് ഓഫീസറിൻ്റെ അടുത്ത് വന്ന് ചെന്ന് പറയുകയാണ്, എൻ്റെ മകൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ മകളുടെ ഫയൽ എടുക്കണമെന്ന്. ദൈവമാതാവ് നേരിട്ട് ചെന്നാണ് ആ ഫയൽ എടുപ്പിച്ച് ആ മകൾക്ക് ഒരു GNM നേഴ്സാണ്, രജിസ്റ്റേർഡ് നേഴ്സായ കൺട്രിയിൽ ജോലി ലഭിക്കുന്നത്. അപ്പോൾ ആ മകൾ പറയുന്നുണ്ട്, എൻ്റെ മെറിറ്റല്ല, ദൈവമാതാവ് ഇടപെട്ടത് കൊണ്ടാണ് ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എനിക്കിങ്ങനൊരു ഉയർച്ച ലഭിച്ചതെന്ന്. ഇതാണ് ദൈവമാതാവിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയും. രണ്ടാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ദൈവമാതാവ് ഈ ഒരു മനുഷ്യാവതാരത്തിലൂടെ പ്രാപിച്ച വലിയ വരപ്രസാദങ്ങളെക്കുറിച്ചാണ്. ദൈവമാതാവിനെ ദൂതൻ വണങ്ങുന്നത് ഇപ്രകാരമാണ്: ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന്. മനുഷ്യാവതാരത്തിന് മുമ്പേ തന്നെ മംഗളവാർത്ത സന്ദേശം കൈമാറുന്ന തദവസരത്തിൽ തന്നെ ദൂതൻ ദൈവമാതാവിനെ അഭിസംബോധന ചെയ്യുന്നത് ദൈവ കൃപ നിറഞ്ഞവളെ എന്നാണ്. അതെ, ദൈവതിരുസന്നിധിയിൽ കൃപ കണ്ടെത്തിയവളാണ് ദൈവമാതാവ്. പുത്രൻ്റെ മനുഷ്യാവതാരത്തിലൂടെ ആ ഒരു രക്ഷണീയ കർമ്മത്തിൽ പൂർണ്ണമായ സമ്മതം മൂളിയതുമൂലം എല്ലാവര കൃപാവരങ്ങളുടെയും ഉറവയായി ദൈവമാതാവിൻ്റെ മധ്യസ്ഥം മാറുകയാണ്. അതുകൊണ്ടാണ് കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി നമ്മൾ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ചെയ്യുന്നത്. കാരണം ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിന് പുത്രനായ ദൈവത്തിന്, പിതാവായ ദൈവത്തിന്, പരിശുദ്ധാത്മാവായ ദൈവത്തിന് നിരസിക്കാൻ പറ്റില്ല. മൂന്നാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ഈ മനുഷ്യാവതാരത്തിലൂടെ ദൈവമാതാവ് എന്ന പദവിയിലേക്ക്, പുത്രനായ ദൈവത്തിൻ്റെ മാതാവ് എന്ന പദവിയിലേക്കാണ് ദൈവമാതാവ് ഉയർത്തപ്പെടുന്നത്. നമുക്ക് മാനുഷികമായിട്ട് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും, പുത്രനായ ഈശോയുടെ മാതാവ് എന്ന് പറയുമ്പോൾ എന്തുമാത്രം കപ്പാസിറ്റിയാണ് ദൈവമാതാവിന് വരുന്നത് എന്ന്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ തൻ്റെ എല്ലാ പ്രഭാഷണങ്ങളിലും പറയാറുണ്ട്, അമ്മ ഒരു കാര്യം തീരുമാനിച്ചാൽ, നിങ്ങൾ അമ്മയ്ക്ക് ഒരു കാര്യം വിട്ടുകൊടുത്താൽ അതിന് ഒരു തീരുമാനം ഉറപ്പാണ്. ഒന്ന് മാത്രമേ ഉള്ളൂ,
നിങ്ങളുടെ ലക്ഷ്യം അത് ദൈവസ്നേഹമായിരിക്കണം, ദൈവ മഹത്വമായിരിക്കണം. അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഈ വണക്കമാസ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ. അളവില്ലാത്ത സകല നന്മ സ്വരൂപിയായിരിക്കുന്ന സർവേശ്വര കർത്താവെ, എളിയവരും നന്ദിയേറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരായിരിക്കുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദൈവമേ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു, പാതാളത്തിലിറങ്ങി, മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി, സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളെ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങേരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാന്ന്. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാന്ന്. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമ്മേ, ഞങ്ങൾ ദൈവ ശരണം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളെ ദൈവ സ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും ശുദ്ധീകരണത്തിക്കുന്ന എല്ലാ ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രകാശത്തിൻ്റെ ഒന്നാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോമിശിഹാ തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ജോർദാൻ നദിയിൽ വച്ച് യോഹന്നാനിൽ നിന്നും മാമോദിസ സ്വീകരിച്ചു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഒന്നാം ദിവ്യരഹസ്യത്തിൽ നമുക്ക് ഈ താഴെ പറയുന്നവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കാം. ശ്യാമ മുമ്പേ എല്ലാ കടങ്ങളും എത്രയും പെട്ടെന്ന് വീട്ടാൻ പ്രാർത്ഥിക്കണമേ. ബാബു മുമ്പേ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ പ്രാർത്ഥിക്കണമേ. ബിനോയ്ക്ക് ട്രാൻസ്ഫറിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ജേർഷൻ ജസ്റ്റിൻ ഭർത്താവ് ജോലി ചെയ്യുന്ന കമ്പനിയിൽ ഉയർച്ച ഉണ്ടാകാൻ, ഭർത്താവിൻ്റെ കഴുത്തിലെ അസുഖങ്ങൾ മാറുന്നതിന്, മക്കൾ വിശ്വാസത്തിൽ വളരാൻ, പഠനത്തിൽ ഉയർച്ച കിട്ടാൻ, ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. ഡോണ ജുവസ്, ഡോണ ദൈവകൃപയെ നിറയുവാനും ജോലി ലഭിക്കുവാനും, സാംസൺ ജുവസ് ഗ്രീൻ കാർഡ് എത്രയും വേഗം ലഭിക്കാൻ, ജൂഞ്ഞെ ആൻഡ് ഫാമിലി
മിൻറ്റുവിന് ജോലി സ്ഥിരമായി ലഭിക്കാൻ, ഫാമിലി വിസ ലഭിക്കുന്നതിന് PR ലഭിക്കാനും വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രതീക്ഷ ശാസന മംഗലത്ത് PhD വേഗം ശുഭമാക്കി കിട്ടുവാനും ഭാര്യയ്ക്ക് PSC ജോലി ലഭിക്കാനും ഉടമ്പടിയിൽ എന്നും ജീവിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കണമേ. 5 കോയിപ്പുറത്ത് നല്ല രീതിയിൽ ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ KASൻ്റെ ആദ്യ 5 റാങ്കിൽ ഉൾപ്പെടുത്തണം. ആരോഗ്യവും ആയുസ്സും കുഞ്ഞിന് നൽകി അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കണമേ. എബൽഡ ബൈജു കോയിക്കൽ വിസ പുതുക്കുന്ന തടസ്സം മാറ്റണം. വാഹനം വാങ്ങാൻ സാധിക്കണം. വിവാഹം നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഹേന ജെയിംസ് പൊന്നും പുരയ്ക്കൽ ആലപ്പുഴ സുഖപ്രസവത്തിന് വേണ്ടി ജോലി ലഭിക്കുവാൻ മെയ് 6 ജന്മദിനമായിരുന്ന പരിശുദ്ധാത്മാവിൽ നിറയാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉഷ കല്ലിച്ചിറയിൽ എൻ്റെ കാലിൻ്റെ ഓപ്പറേഷൻ നടക്കരുത്, എനിക്ക് സൗഖ്യം തരാൻ, മകനെ പഠിക്കാൻ ബുദ്ധി കിട്ടണം, ഭർത്താവിൻ്റെ അസുഖം മാറാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മോഹൻ കല്ലിച്ചിറയിൽ എൻ്റെ വാൽവിന് സൗഖ്യം കിട്ടാൻ, ഭാര്യയുടെ കൈക്ക് സൗഖ്യം കിട്ടാൻ, കടബാധ്യത മാറാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിർമ്മല പ്ലാവനിക്കുന്നിൽ ആലപ്പുഴ മകന് എമിറ്റേഴ്സിൽ ജോലി ലഭിക്കാൻ, വിശുദ്ധിയിലും വിശ്വാസത്തിലും മക്കൾ വളരാൻ, ഞങ്ങളുടെ കടബാധ്യതകൾ മാറാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോസ് ആൻ്റണി മാള ബ്ലഡ് പ്രഷർ നോർമലാവാൻ, തലവേദന ഉപ്പൂറ്റുവേദന മാറാൻ, ദേഷ്യം മാറാൻ, കുമ്പസാരം കുർബാന പങ്കുകൊള്ളാൻ, ബിസിനസ്സിൽ വളർച്ച ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. മിസ്സിസ് ഓസ്റ്റിൻ കൊച്ചുമാണിക്കുന്നേൽ സ്റ്റീവ് കൃപയോടെ സംസാരിക്കാൻ, എഡ്വിൻ നേരത്തെ സംസാരിക്കാൻ, ഇനി ഉണ്ടാകുന്ന കുഞ്ഞിന് കുഴപ്പം ഒന്നുമില്ലാതെ പ്രസവിക്കാൻ പ്രാർത്ഥിക്കുന്നു. പിസ്ന ഓസ്റ്റിൻ കൊച്ചുമാളിയക്കുന്നിൽ ചാക്കയ്ക്ക് ഓർമ്മശക്തി കിട്ടാൻ, സച്ചിന് ഓസ്ട്രേലിയയിൽ വരാനുള്ള തടസ്സം നീക്കാൻ, ജോളി എന്ന മകൾക്ക് സ്വന്തമായി ഒരു ഭവനം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ചിസ്ന ഓസ്റ്റിൻ കൊച്ചുമാണിക്കുന്നേൽ സ്റ്റീവ് കൃപയോട് സംസാരിക്കാൻ, എഡ്വിൻ നേരത്തെ സംസാരിക്കാൻ പ്രാർത്ഥിക്കുന്നു. ജെറിൻ റെജി മാവേലിക്കര എൻ്റെ മെഡിക്കലിൽ ഒരു കുഴപ്പവും ഉണ്ടാകരുത്, മെഡിക്കൽ പാസ്സാകണം, എൻ്റെ വിസയും ടിക്കറ്റും മെയ് അവസാനിക്കുന്നതിന് മുൻപ് എനിക്ക് ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ശില്പ കലവൂർ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തണേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജർമ്മൻ ഭാഷ പഠിക്കുവാൻ അനുഗ്രഹിക്കണമേ. ജർമ്മൻ ഭാഷ പഠിക്കുന്ന എല്ലാവരുടെയും ഭാവി ശുഭമാക്കി തരണമേ. സെപ്റ്റംബറിൽ തന്നെ B2 ജർമ്മൻ എക്സാം എഴുതി പാസ്സാകാൻ പ്രാർത്ഥിക്കുന്നു. സോണ റിജോ കോട്ടയം ഭർത്താവിന് നല്ല ഒരു ജോലി കിട്ടണം, കുട്ടികളുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ നടക്കണം, ഭവനം പണി വേഗം പൂർത്തിയാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിയ ബെനഡിക്റ്റ് അരസർകടവിൽ അരൂർ കടബാധ്യത മാറുന്നതിന്, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതിന്, ഫാത്തിമ ജോസ് അസുഖം മാറി നല്ല ആരോഗ്യം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. രതീഷ് എന്നാർ നെടുന്താനത്തിൽ ആലപ്പുഴ എൻ്റെ സഹോദരിക്കൊരു ഭവനം, ലീനയ്ക്കൊരു ഭവനം, എനിക്ക് ലീനയ്ക്കും ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരിമണ്ണൂർ ഡേവിഡ് വെള്ളപ്പാട് മാറുന്നതിന് ക്രിസ്ത്യന് സംസാരശേഷി നൽകണമേ, തലക്കറക്കവും കൈയുടെ അസുഖവും മാറ്റി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനോജ് ഹൈദരാബാദ് എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം പൂർണ്ണമായി മാറുന്നതിന്, എൻ്റെ കുടുംബത്തിൽ സമാധാനം കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. സൗമ്യ ഗോപാൽ കോട്ടയം എനിക്ക് സ്വന്തമായി വീട്, എൻ്റെ ഭർത്താവിൻ്റെ കാലിൻ്റെ അസുഖം മാറാൻ, എൻ്റെ മക്കൾ +1 റിസൾട്ട് വിജയം നൽകാൻ പ്രാർത്ഥിക്കുന്നു. ഡെയ്സി അങ്കമാലി ഡാനിയുടെ വാശിമാറി പഠിക്കാനും എഴുതുവാനും പ്രാർത്ഥിക്കുവാനും അനുഗ്രഹം നൽകണമേ. കാനഡയിൽ ട്രക്ക് ഓടിക്കുന്ന മകന് PR ഉള്ളത്, ദൈവകൃപയുള്ളതുമായ ജീവിത പങ്കാളിയെ ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. അജിൽ പൊന്നേഴത്ത് ആൻസിക്ക് നല്ല ജോലി ലഭിക്കാൻ, എനിക്ക് ഗവൺമെൻറ് ജോലി പെർമിറ്റ് ലഭിക്കാൻ, നല്ല സാലറിയും കടബാധ്യതയും മാറുന്നതിന് പ്രാർത്ഥിക്കുന്നു. ഷീജ
ജവഹർ ഉദയംപേരൂർ വീട് പണി പൂർത്തിയാക്കി തരണമേ. ലോൺ തടസ്സം കിട്ടണമേ. മോൻ്റെ വിവാഹം നടക്കുന്നതിന് മോൻ ജോലി നല്ല നിലയിലാകണം. കൃഷ്ണ PG എക്സാം എഴുതുകയാണ്. നല്ല മാർക്കിൽ പാസ്സാകാൻ ഗവൺമെൻറ് ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. അസ്ലിൻ മേരി നസ്രത്ത് ദൈവവിശ്വാസം വർദ്ധിപ്പിക്കാൻ നല്ല രീതിയിലുള്ള പരീക്ഷ വിജയം പ്രാർത്ഥിക്കുന്നു. സിജി ജോയി വടക്കുംചേരി പൊങ്ങം വീട് പണി പൂർത്തിയാക്കി കിട്ടാൻ മക്കളുടെ വിദ്യാഭ്യാസം, ജോലി, ആങ്ങളയുടെ കടബാധ്യത മാറിക്കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. ജീസസ് ജോൺകുട്ടി പുത്തൻചിറ മോൻ്റെ PR കിട്ടുന്നതിന് മോൻ്റെ കല്യാണം നല്ലതുപോലെ നടക്കാൻ ഞങ്ങളുടെ കടങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരാൻ പ്രാർത്ഥിക്കുന്നു. ലീലാമ്മ രാജേഷ് ഭവനം മൂത്ത മകന് രാജേഷിൻ്റെ വിവാഹം, രതീഷിന് ഗവൺമെൻറ് ജോലി, എൻ്റെ കയ്യിൽ നിന്നും ശ്രീജ വിജയകുമാർ വാങ്ങിയ പൈസ തിരിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. ജാൻസി സോജൻ കുര്യാപ്പിള കാനഡയിൽ പോകുന്നതിനുള്ള തടസ്സം മാറുന്നതിന്, കാനഡയിൽ എത്തുന്നതിന്, ഭർത്താവിൻ്റെ PR പേപ്പർ എത്രയും പെട്ടെന്ന് വരുന്നതിന്, മകളുടെ വിവാഹം കാനായിലെ കല്യാണം പോലെ നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിസി ഫാമിലി വാലേടി പുത്തൻ വീട് യോഹാൻ തോമസ് അൾത്താര ബാലനായി ഡിസംബർ മുതൽ സ്കൂളിൽ പോകുന്നില്ല. പിശാചിൻ്റെ പിടിയിലാണ്. സ്വയം മുറിവേൽപ്പിക്കുന്നു, മരിക്കാൻ ശ്രമിക്കുന്നു. അമ്മ മാതാവും ഈശോയും കൂടി വിടുതൽ തരാൻ പ്രാർത്ഥിക്കുന്നു. മോളുടെ അലർജി മാറാൻ പ്രാർത്ഥിക്കുന്നു. ബിബിൻ മോൻ കടഞ്ഞിൽ ബിബിൻ തോമസിൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന പൈശാചിക ശക്തികളെ നശിപ്പിക്കണമേ. ആൽബിമോൻ്റെ പരീക്ഷയും കുഞ്ഞിൻ്റെ ജോലിയും അനുഗ്രഹിക്കണമേ. വിവാഹ വാർഷിക ആഘോഷിക്കുന്ന മകനെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചിഞ്ചു കുര്യൻ ദോഹ മോളത്ത് ചിഞ്ചുവിൻ്റെ വൻകുടലിൽ അൾസർ മാറുന്നതിന്, അലർജി മാറുവാൻ, ഹിയാമോൾക്ക് കാലിൻ്റെ തുടയിലെ തടിപ്പ് മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബേബി പൈപ്പിൻ മകൻ്റെ വിവാഹം നടക്കുവാൻ, ഭവനത്തിന് വേണ്ടി, കൊച്ചുമോൾ നന്നായി പഠിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സീലിയ ജോസഫ് തെക്കനാട്ട് കോട്ടയം മരിയയുടെ കുടുംബ പ്രശ്നം മാറി സന്തോഷത്തോടെ ജീവിക്കാൻ, മാട്ടിന് നല്ല ജോലി, വിവാഹം നടക്കാൻ, ജോലി ലഭിക്കാൻ, കടം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡുംബിൾ സെബാസ്റ്റ്യൻ കണ്ണങ്കരി വിവാഹ തടസ്സം മാറാൻ, കടയിൽ കച്ചവടം നടക്കാൻ, മക്കളും കൊച്ചുമക്കളും അസുഖം മാറാൻ. ബേബീസ് കരിയ സന്തോഷത്തോടെ ജോലിക്ക് പോകാൻ, കേൾവിശക്തി വർദ്ധിക്കാൻ, നഴ്സിംഗ് ജോലി സന്തോഷത്തോടെ ചെയ്യുവാൻ പ്രാർത്ഥിക്കുന്നു. ബെഞ്ചമിൻ്റെ പഠനത്തെ ശ്രദ്ധിക്കാൻ, ദൈവാനുഗ്രഹത്താൽ വളരാൻ പ്രാർത്ഥിക്കുന്നു. സുബിൻ സെബാസ്റ്റ്യൻ കണ്ണമാലി വിവാഹ തടസ്സം മാറാൻ, കടയിൽ കച്ചവടം നടക്കാൻ, മക്കളും കൊച്ചുമക്കളും അസുഖം മാറാൻ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്ന ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്ന ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാന്ന്, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാണ്. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാന്ന്, ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാണ്. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാന്ന്, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാണ്. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാന്ന്, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാണ്. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമേ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേക സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജയമാളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദേവരഹസ്യം. നമ്മുടെ കർത്താവ് ശംശിയ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കി തൻ്റെ അത്ഭുത പ്രവൃത്തികളുടെ ആരംഭം കുറിക്കുകയും അവിടെ കൂടിയിരിക്കുന്നവരെ വിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്തതിനെപ്പറ്റി ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. നമുക്ക് രണ്ടാം ദിവസം കാഴ്ചവെക്കുമ്പോൾ കുറേ സഹോദരങ്ങൾ നമ്മളോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമുക്ക് ദിവസം ചെല്ലാം. ജിജോ ജോസ് കടബാധ്യത മാറാൻ, സാമ്പത്തിക പുരോഗതി, ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അബ്രാഹം ബിസിനസ് നന്നായിട്ട് പോകുവാനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. കുര്യാക്കോസ് ലിസി മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡൈസി ഞങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൻസി മാത്യു അനുവിൻ്റെ ഭാവി തടസ്സം, അലീനയ്ക്ക് ജർമ്മനിയിൽ പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളായി ജീവിക്കാനുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജെസ്സി അഗസ്റ്റിൻ കുടുംബം വിശദീകരിക്കുവാൻ, മക്കൾ വിശദീകരിക്കുവാൻ, എൻ്റെ മക്കളുടെ ആന്തരിക സുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡെനി പുനത്തിൽ നീറ്റ് പരീക്ഷ പാസ്സാകുവാൻ, കുടുംബജീവിതം സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷീജ തൃശ്ശൂർ കുടുംബജീവിതം സമാധാനമായിരിക്കാൻ, ഭർത്താവിൻ്റെ കഴുത്തിലെ മുഴ മാറുന്നതിനും കുടുംബത്തിൽ ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഇന്നസെൻ്റ് വർഗീസ് മദ്യപാനവും പുകവലിയും മാറുവാൻ, ബെൻസനും ഷീലയും ഒന്നിച്ച് താമസിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. രമ്യ സൈമൺ വിദേശ ജോലി ശരിയാകുന്നതിന് വേണ്ടിയും ഭർത്താവിന് വർക്ക് കൂടുതൽ കിട്ടുവാനും കടബാധ്യത മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ശ്രീവിദ്യ ഹരീഷ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും രോഗശാന്തി ലഭിക്കുന്നതിനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നീഷജ് മെയ് 30 മുമ്പ് നല്ലൊരു ജോലി കിട്ടാൻ, ഭാര്യയുടെ നടുവേദന മാറാൻ, വീട്ടിൽ സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജെസ്സി ആൻഡോ ഏഞ്ചലിൻ്റെ പരീക്ഷ പാസ്സാകുവാനും മക്കൾക്ക് ആരോഗ്യം ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്മിത എനിക്ക് അഗ്രികൾച്ചർ അസിസ്റ്റൻ്റായി ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഭർത്താവിനും മക്കൾക്കും ആയുസ് ആരോഗ്യം നൽകുന്നതിന് വേണ്ടിയും സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ബിന്ദു സിയാൻ്റെ സർക്കിൾ, സക്കീൻ അലർജി, ഓർമ്മക്കുറവ് എന്നിവ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മെയ് 20 നടക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാറ സിനേജ് സാറയുടെ ജന്മദിനം ജൂൺ 8 ആഘോഷിക്കുന്നു. എക്സാം പരീക്ഷ പാസ്സാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോസ്മേരി മാത്യു ജൂൺ 5 നടക്കുന്ന ജർമ്മൻ B2 പരീക്ഷ പാസ്സാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇൻ്റർവ്യൂ പാസ്സാകുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പ്രസീത ഭർത്താവിൻ്റെ ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടിയും ജോലിയിൽ തുടരുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. വരുൺ പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കുന്നതിന് വേണ്ടിയും ആരോഗ്യം ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പ്രിൻസ് ബാബു UK-യിൽ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും എല്ലാം ഭംഗിയായി ക്രമീകരിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു.
രാജമ്മ, എൻ്റെ മൂത്ത മകൾക്ക് കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമെന്നും മൂത്ത പെൺമക്കൾക്ക് ജോലി കിട്ടുന്നതിന് വേണ്ടിയും കുടുംബത്തെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മെറ്റിൽഡ വർഗീസ്, മോളിയുടെ വിവാഹ തടസ്സം മാറാൻ വേണ്ടിയും കേസ് മാറി വീട് വയ്ക്കുന്നതിന് വേണ്ടിയും കടബാധ്യത മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഷൈബി, കുടുംബാരോഗ്യത്തിനും സമാധാനത്തിന് വേണ്ടിയും മകളുടെ പഠന കാര്യങ്ങൾക്ക് വേണ്ടിയും ഭാവജീവിതം സുരക്ഷിതമായി ജീവിക്കുന്നതിനും പ്രാർത്ഥനാ സഹായം ലഭിക്കുന്നതിന് വേണ്ടിയും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഷനറ്റ് ബാബു, മകളുടെ ഭർത്താവിനും കുടുംബത്തോടും സ്നേഹമായിരിക്കുവാനും എൻ്റെ മക്കളെ ദുഷ്ടശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സാലമ്മ കുഞ്ഞുമോൻ, സ്വന്തമായൊരു ഭവനം, മകൾക്ക് ജോലി, പിണങ്ങിപ്പോയ മക്കൾ തിരിച്ചു വരുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജോസ്മി, ആസ്ട്രേലിയയിലേക്ക് പോകാനുള്ള തടസ്സങ്ങൾ മാർക്കെടുത്തതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുര്യാക്കോസ്, ഭവനം ലഭിക്കുന്നതിന് വേണ്ടിയും ജോലി തടസ്സം മാറുന്നതിന് വേണ്ടിയും കുഞ്ഞിന് പഠിക്കാനുള്ള ബുദ്ധി കൊടുക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജെയ്സി, മകൻ ബിനോയ്ക്ക് വിസ ലഭിക്കുന്നതിന് വേണ്ടിയും വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടിയും കുടുംബത്തിലെ സാമ്പത്തിക തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സ്മിത, അമ്മയുടെയും ഞങ്ങളുടെ സഹോദരങ്ങളുടെ എല്ലാവരുടെയും അസുഖങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജപ്തി നടപടി ഒഴിവായ വീടിൻ്റെ പ്രമാണം തിരിച്ചെടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അസ്മിത സന്തോഷ്, വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടിയും ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും കടബാധ്യതകൾ മാറിക്കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ട്രീസ ജോസ്, കാൽമുട്ട് തേയ്മാനം മാറിക്കിട്ടുന്നതിന് വേണ്ടിയും മകൻ സച്ചിൻ വിദേശത്ത് വിസ അടിച്ചു കിട്ടുന്നതിന് വേണ്ടിയും മകൾക്ക് കുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഷീബ, ജോഷുവ 10ാം ക്ലാസ്സിൽ പഠിക്കുവാൻ മനസ്സ് തോന്നി നല്ല വിജയം ലഭിക്കുവാൻ സ്ഥിരമായ വരുമാനം കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എബി തോമസ്, ചേട്ടൻ്റെ സംസാരശേഷി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഗിരീഷ് കുമാരി, വിദേശത്തേക്ക് പോകുന്ന എല്ലാ തടസ്സങ്ങളും മാറുന്നതിന് വേണ്ടിയും സ്ഥിരമായ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സോണി, ആരോഗ്യം കുടുംബസമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമോൾ ആരോഗ്യം വീണ്ടെടുക്കാൻ, മദ്യപാനം മാറിക്കിട്ടുവാൻ, കുടുംബസമാധാനം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിക്കി ജോർജ്, കുടുംബസമാധാനം, മദ്യപാനം മാറണം, സന്തോഷമായ കുടുംബജീവിതം നയിക്കുന്നതിന് വേണ്ട അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവർക്കെല്ലാവർക്കും വേണ്ടിയും ദൈവാനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി മാതാനുമാതി അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് നന്മ അറിഞ്ഞവരും ചെല്ല. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചോളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചോളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേക സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജമാലുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ തൻ്റെ പരസ്യ ജീവിതകാലത്ത് പാപങ്ങൾ ക്ഷമിക്കുകയും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്ന മാനസാന്തരപ്പെട്ട സുവിശേഷത്തെ വിശ്വസിക്കുവാൻ എന്ന് ആഹ്വാനം ചെയ്തതിനെ പറ്റിയും ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. സോജി, മക്കളുടെ ജോലി കർത്താവ് കാത്തുകൊള്ളണമേ. കുടുംബസമാധാനം, ആരോഗ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാറ ജെയിംസ്, സാറയുടെ എപ്പിലെപ്സി എന്ന രോഗം പൂർണ്ണമായും മാറുന്നതിന്, കണ്ണിന് നല്ല കാഴ്ചശക്തി ഉണ്ടാകുന്നതിന്, നന്നായി സംസാരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാനസിക അസ്വസ്ഥത, പേടി ഇവ മാറാൻ, കമ്പ്യൂട്ടർ പഠിക്കാനുള്ള കൃപ ലഭിക്കാൻ, അനുയോജ്യമായ ഒരു ജോലി ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ബേബിത, ഏപ്രിൽ 30 എൻസ്ലക് XRN എക്സാം, 2025 ഒക്ടോബർ ആസ്ട്രേലിയയിൽ പോകാൻ പറ്റണം. എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണം പ്രാർത്ഥിക്കുന്നു. ലിസി, മകൻ്റെ മദ്യപാനം മാറണം, ജോലി കിട്ടണം, വിവാഹം നടക്കണം, വീടിൻ്റെ വസ്തു ലോണാണ്, അത് എടുക്കുവാൻ സാധിക്കണം പ്രാർത്ഥിക്കുന്നു. സാലി മാത്യു, കാഞ്ഞിരിക്കൽ, കൊടുത്തിരിക്കുന്ന പണം തിരികെ ലഭിക്കാൻ, മരുമകൾക്ക് വിദേശ ജോലി ലഭിക്കാൻ, ഇളയമകന് ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാലി മാത്യു, കാഞ്ഞിരിക്കൽ, എൽസമ്മയുടെയും ജോസിൻ്റെ സ്ഥലം വിൽപ്പാൻ, ജിജി മോളുടെ മകളുടെ രോഗം മാറാൻ, മേഴ്സിയുടെ മകളുടെ വിവാഹം നടക്കാൻ പ്രാർത്ഥിക്കുന്നു. റീന ആൻഡ്രൂസ്, കോളങ്ങാടൻ, വെണ്ണല, മകൻ്റെ കഴുത്തിലെ തടിപ്പ് മാറാൻ, മകൻ ആസ്റ്റിൻ ഇൻ്റർഷിപ്പ് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കളുടെ ദീർഘായുസ്സിന്, ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷൈജു ജെറി, വെണ്ണല, ജോലി സംബന്ധമായ പ്രശ്നം മാറുന്നതിന് ഭർത്താവിൻ്റെ ജോലിയിൽ ഇടപെടണമേ, കുടുംബത്തെയും അനുഗ്രഹിക്കണമേ, മക്കളെയും അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. ജോസഫ്, മകൾക്ക് യൂറോപ്യൻ രാജ്യത്ത് കുടുംബസമേതം ജോലി ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു. മകൻ്റെ കല്യാണവും സ്ഥലവും വീടും മേടിക്കാൻ പ്രാർത്ഥിക്കുന്നു. അനില ജോസ്, അനീഷ് ഭവന, കൊല്ലം, അനിലയുടെ വിവാഹം നടക്കാൻ, ഗവൺമെൻറ് ജോലി ലഭിക്കാൻ, വിജയിയുടെ ഓപ്പറേഷൻ കൂടാതെ അസുഖം മാറാൻ പ്രാർത്ഥിക്കുന്നു. സീത എസ്, യേശഭവൻ, മാമ്പള്ളിക്കുന്നിൽ, മകൻ അഭിനന്ദിൻ്റെ കല്യാണം, മകൻ അരവിന്ദിൻ്റെ ജോലി, വസ്തു കച്ചവടമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സോണി തോമസ്, പനയ്ക്കൽ, തൃശ്ശൂർ, കടബാധ്യത മാറാൻ, സ്ഥലം നല്ല വിലയ്ക്ക് വിൽക്കാൻ, പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ബിബിൻ ആൻ്റണി, കാവാലം, ദൈവം അനുഗ്രഹിച്ച് വീട് സ്ഥലവും നൽകാൻ, ക്രിസ്റ്റിയുടെ ബിഫ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് മാറ്റിത്തരണം, വിരാഷിൻ്റെ കച്ചവടം നന്നായി നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു.
സിബിൻ പി ആൻ്റണി പഞ്ഞിക്കാരൻ. സിബിന് ദൈവകൃപയുള്ള നേഴ്സായ ഒരു പെൺകുട്ടിയെ ജീവിത പങ്കാളിയായി കിട്ടണം. NHS കമ്പനിയെയും ജോലിക്കാരെയും സമർപ്പിക്കുന്നു. ജോലിയിൽ നിന്ന് ആരോഗ്യമായ വരുമാനം നൽകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആൻ്റണി പഞ്ഞിക്കാരൻ ശാരീരിക അസുഖം മാറുന്നതിന് ജോലിയുടെ പിടലുവേദനയും തോൾമുട്ടുവേദനയും മാറ്റി തരുവാൻ, വണ്ടി വരത്തക്ക വിധം വഴിയുടെ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സജിത സുരാജ് നന്ദനം കണ്ണൂർ. മകൾ നന്ദനയുടെ തെറ്റായ പ്രണയബന്ധത്തിൽ നിന്ന് മോചനം കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. മകൾ വിശുദ്ധിയിൽ വരുവാനും പരിശുദ്ധാത്മാവിൽ നിറയുവാനും ഇതുപോലെ എല്ലാവരും വിശുദ്ധിയിൽ വളരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗ്രേസി പൂന അസുഖങ്ങളിൽ കാത്ത് സംരക്ഷിക്കാൻ, കുടുംബത്തിൽ എല്ലാവർക്കും ആയുസ്, ആരോഗ്യം, ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മെറീന പരീക്ഷയിൽ വിജയം വരിക്കുവാനും ജോലി തടസ്സം മാറാൻ, പ്രവീണിൻ്റെ ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അന്നമ്മ ജോസഫ് ചങ്ങനാശ്ശേരി മകന് മക്കളെ ലഭിക്കുവാൻ, ഒരു ഭവനം ലഭിക്കുവാൻ, മക്കൾക്ക് ശമ്പളം കൂടുതൽ ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ജോർജ് ജെ പെക്കോര ആൻഡ്രൂസ് കോട്ടേജ് തിരുവനന്തപുരം. മക്കൾ ഇസ്രയേലിൽ പോകാൻ വേണ്ടി എൻ്റെ കമ്പവലയിൽ കൂടുതൽ മത്സ്യം കിട്ടുന്നതിന്, ജോലി കൂടുതൽ ലഭിക്കുവാനും വീട്ടിലുള്ള വഴി തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലൂസി ദേവസ്യ ചിറ്റാട് വടക്കൽ. സോജിയ ശരത്ത് കുഞ്ഞിനെ ലഭിക്കുവാൻ, ചിപ്പിക്ക് ഇഷ്ടമുള്ള കോഴ്സ് ലഭിക്കുവാൻ, കേസ് തീരണം, അവനൊരു ജീവിതം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈജോ മോൻ ചങ്ങനാശ്ശേരി നീറ്റ് +2 പരീക്ഷയുടെ വിജയത്തിനായി പ്രാർത്ഥിക്കുന്നു. ഷൈനി മാത്യു ഭർത്താവിൻ്റെ ശാരീരികമായ അസുഖങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകളുടെയും ഭർത്താവിൻ്റെയും വിസ ശരിയാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൻ്റെ തെറ്റായ ബോധ്യങ്ങൾ മാറാൻ, മകൻ പരീക്ഷയിൽ നല്ല മാർക്ക് നേടി പാസ്സാകാൻ പ്രാർത്ഥിക്കുന്നു. യബിൻ സണ്ണി ചേപ്രത്ത് കോട്ടയം നല്ല ജോലി ലഭിക്കാൻ, നല്ല ആരോഗ്യവും പ്രാർത്ഥിക്കാൻ ഉള്ള കൃപയും ലഭിക്കാൻ, ഒരു വീടും വണ്ടിയും ഉടനെ വാങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മിലാനിസ് ബൈജു പ്രക്കാട് ഓസ്ട്രേലിയ. ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കാൻ, ജോലിയിൽ ഉയർച്ച കിട്ടുന്നതിന് വേണ്ടി, അനിയത്തിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ജിഷ അന്ന ജോസഫ് കുമ്പളങ്ങി കെസിയയുടെ BTech എക്സാം സമർപ്പിക്കുന്നു. ഇവാനയുടെ സ്വഭാവം ശാന്തമാകാൻ, സമാധാനപരമായ കുടുംബജീവിതത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബിന്ദു ശിവരംഗം അടൂർ. മകൾക്ക് നീറ്റ് പരീക്ഷയിൽ നല്ല മാർക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അഡ്മിഷൻ കിട്ടാനും, അമ്മയുടെ കരളിൻ്റെ അസുഖം പൂർണ്ണമായി സുഖപ്പെടാൻ, ഭർത്താവിൻ്റെ മദ്യപാനം പൂർണ്ണമായി മാറാൻ, എൻ്റെ അലർജി രോഗം മാറിക്കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. ആർഷ ബാബു സുനജാലയം. എൻ്റെ മാതാവെ ഹൃദയമിടിപ്പ് ശരിയാക്കി തരണമേ. ജൂലൈ 8-ാം തീയതി പേസ് മേക്കർ വയ്ക്കുന്നതിനുള്ള ഓപ്പറേഷൻ നടത്തി തരണമേ. ആപത്തുകൾ ഒന്നുമില്ലാതെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. സിജി മാത്യു ഓഗത്തുപുര പുത്തൻപുര. മെയ് 4-ാം തീയതി നടക്കുന്ന നീറ്റ് എക്സാം പരീക്ഷയിൽ റാങ്കോടുകൂടി പാസ്സാകാനും, മെയ് 7-ാം തീയതി നടക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേരി ഐ മാത്യൂസ് തളിയപുരം ഹൗസ് അങ്കമാലി. അമേരിക്കൻ ഫിറ്റ്സ് യോനോ 2025 മുതൽ തടസ്സം മാറി തിരിച്ചു കിട്ടുവാൻ, വീട് പണി മേയ്ക്ക് മുൻപ് പണി തീർത്ത് കിട്ടുവാൻ, ചതിക്കപ്പെട്ട കോൺട്രാക്ടർ വഴി സാബു പുൾ അനിൽ എന്നീ 5.5 ലക്ഷം രൂപ തിരിച്ചു കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. രതീഷ് മദ്യപാനം നിർത്തണം, കച്ചവടം നന്നായി നടക്കുന്നതിന് റോഡിൻ്റെ മദ്യപാനം നിർത്തണം. രാധാമണിക്കും മക്കൾക്കും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ലിയോ ലവലിച്ചൻ പരുവപ്പറമ്പ് ചങ്ങനാശ്ശേരി. എൻ്റെ അസുഖം പൂർണ്ണമായി മാറുന്നതിന്, എൻ്റെ തലയിലെ അസുഖം പൂർണ്ണമായി മാറുന്നതിന്, ഒരു പാപത്തിലും പെടാതെ ജീവിക്കാനുള്ള അനുഗ്രഹം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ജസീന്ത സന്തോഷ് ചാങ്ങോട് അരവിള. സാറ്റിയായിക്ക് ഫുൾ A+, സാവിയോയ്ക്ക് നല്ല മാർക്ക്, സ്റ്റേറ്റ് ഫുള്ള് ഫസ്റ്റ് വിസ പാസ്സായി കിട്ടിപ്പോകാൻ പ്രാർത്ഥിക്കുന്നു.
കടബാധ്യത സന്തോഷത്തോടെ ജോലി ചെയ്യുവാൻ വേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സജുമേരി ജോലോസൻ, ജോസഫ് കെ എം കുരിശിങ്കൽ, ജോസഫ് കെ എം ജർമ്മൻ എക്സാം പാസ്സാകുന്നതിന്, വിസ കിട്ടിപ്പോകുന്നതിന്, മേരിയുടെ മുട്ടുവേദന മാറുന്നതിന് 50,000 രൂപ ഏജൻറ്റിന് കൊടുത്തത് തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അസാൽ മരിയ പുന്നപ്ര ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന മകൾക്ക് ആയുരാരോഗ്യം നൽകി അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. സംസാരം ക്ലിയറാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന. ഹെർണിയയുടെ ഓപ്പറേഷൻ ഒരിക്കലും വേണ്ടി വരരുത്, അതിനുവേണ്ടി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബേസിൽ കെ ടോമി 8-ാം തീയതി ജന്മദിന ആരോഗ്യം ആയുസ് ഉണ്ടാകുവാൻ, നാസ പോകാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കാൻ, നല്ല ഭാവി നൽകി അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. ടാഷിൻ തോമസ് കൊച്ചി ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കാൻ, വിസ നൽകാൻ, എന്നെ അനുഗ്രഹിക്കാൻ, പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വിശ്വാസി ഇളയമോൻ്റെ ഭാവി കുടുംബം മൊത്തമായി അമ്മയുടെ സാക്ഷിയായി മാറാൻ സാമ്പത്തിക ഭദ്രത ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വിശ്വാസി ആൻഷിൻ്റെ ഡിപ്രഷൻ മാറി മരുന്ന് നിർത്തണം, പരിപൂർണ സൗഖ്യം ലഭിക്കാൻ. ജീവിത പങ്കാളിയായി ഉടമ്പടിയിലുള്ള മകളെ വേണം, നല്ലൊരു ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ടിജോ തൈപ്പറമ്പിൽ വിവാഹം ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്നതിന്, രോഗസൗഖ്യത്തിന് വേണ്ടി എൻ്റെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എലിസബത്ത് ബൈജു സർട്ടിഫിക്കറ്റ് തിരികെ ലഭിക്കാൻ, പഠനത്തെ കുട്ടികൾ കൂടുതൽ ശ്രദ്ധിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്ന ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്ന ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്ന ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്ന ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്ന ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്ന ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേ. ഓന്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേക സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജമാലുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 4-ാം ദേവരഹസ്യം. നമ്മുടെ കർത്താവ് ശംശിയ താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും അവിടുത്തെ ദൈവികമായ മഹത്വം ശിഷ്യന്മാർ ദർശിക്കുകയും ചെയ്തു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ,
അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ടുന്ന ആരായി നൽകി തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. 4-ാം ദിവസം ധ്യാനിക്കുമ്പോൾ നമുക്ക് നിയോഗം സമർപ്പിക്കാൻ തന്നിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എലിസബത്ത് ബൈജു സർട്ടിഫിക്കറ്റ് തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ശോഭന ആൻ്റണി കടബാധ്യത മാറാൻ മകൻ്റെ രോഗശാന്തി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഖിൽ ടെൻഷൻ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവിക്കാൻ ഒരു ജോലി വേണം, ഒരു വിവാഹം നടക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സുബിൻ ഡെന്നീസ് ദൈവവിശ്വാസം വളർത്തുവാനും കൗതാശിക ജീവിതം നയിക്കുവാനും സുബിൻ്റെ വിവാഹം ദൈവഗതം അനുസരിച്ച് നടക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. രാജൻ കോട്ടയ്ക്കൽ പപ്പായുടെ സ്ഥലം കച്ചവടമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. IELTS പാസ്സാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മമ്മിയുടെ ആരോഗ്യം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അരുൺ കുടുംബജീവിതം സന്തോഷമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോൺ ശരിയാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡോളി പൗലോസ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി മാറ്റുന്നതിന് വേണ്ടിയും കടബാധ്യത മാറ്റിത്തരുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സ്ഥലം വലിക്കുന്നതിന് വേണ്ടിയും ഉള്ള കൃപയ്ക്ക് വേണ്ടി മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. ഡോളി പൗലോസ് ഭവനത്തിൻ്റെ പണി പൂർത്തിയാകുന്നതിന് വേണ്ടിയും ഭർത്താവിൻ്റെ അസുഖം മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. CML നിന്ന് കിട്ടാനുള്ള പണവും ആധാരവും എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൻഡോ ചാലക്കുടി കുടുംബത്തിൽ ദൈവസ്നേഹത്തിൽ ജീവിക്കുവാനും നന്നായി പഠിക്കുവാനും പഠിച്ച് നന്നായി ഓർക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മേരി മിത്രയുടെ സർജറി നല്ല രീതിയിൽ നടക്കുന്നതിന് വേണ്ടിയും രോഗശാന്തി ലഭിക്കുന്നതിന് വേണ്ടിയും മേരിയുടെ വർഷങ്ങളായിട്ടുള്ള ശ്വാസമുട്ടൽ മാറുന്നതിന് വേണ്ടിയും മേരിക്ക് ജോലി സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അജിത തിരുവനന്തപുരം കീർത്തിക്ക് 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠനത്തിന് അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ബാബുവിൻ്റെ ആന്തരിക സൗഖ്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ജീവിതം നയിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേഴ്സി വർഗീസ് മകൻ്റെ അസുഖം മാറുന്നതിന് വേണ്ടിയും പ്രശ്നങ്ങളെല്ലാം സമാധാനമായിട്ട് തീരുന്നതിന് വേണ്ടിയും സ്ഥലം വിൽക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മിനി വർഗീസ് എൻ്റെ മകൻ ജോർജിന് വിദേശത്ത് പോകാനുള്ള തടസ്സം മാറുന്നതിന് വേണ്ടിയും ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും സഹോദരിയുടെ മക്കൾക്ക് വിസ കിട്ടുന്നതിന് വേണ്ടിയും ഒരു വീട് പണിയുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ശ്രീകുമാർ തൃശ്ശൂർ ജോലി സ്ഥലത്ത് ഒരു ബുദ്ധിമുട്ടില്ലാതെ ജോലി ചെയ്യുന്നതിന് വേണ്ടിയും അടുത്ത വർഷം വീട്ടിൽ വരുമ്പോൾ കടങ്ങളെല്ലാം തീർക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജോഫിന ജോസ് സുമിക്ക് പരിശുദ്ധ ബലിയിൽ നിറവ് ലഭിക്കുന്നതിന് വേണ്ടിയും ജോലിയിൽ നല്ല വിജയം ലഭിക്കുന്നതിന് വേണ്ടിയും മക്കൾക്കെല്ലാവരെയും നല്ല സ്വഭാവം ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ആൻസ് സുഖപ്രസവം ലഭിക്കുന്നതിന് വേണ്ടിയും ദൈവസ്നേഹമുള്ള കുഞ്ഞുങ്ങളായി വളരുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സുബിമണി മാനസിക വിഷമം മാറുന്നതിന് വേണ്ടിയും കടബാധ്യതയില്ലാതെ കുടുംബജീവിതം നയിക്കുന്നതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സോഫിയ ജോർജ് ഭർത്താവിൻ്റെ കിഡ്നി സ്റ്റോൺ ഓപ്പറേഷൻ ഇല്ലാതെ മാറുന്നതിന് വേണ്ടിയും ഭവന നിർമ്മാണം ഉടനെ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. SLC പരീക്ഷയിൽ നല്ല മാർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഹേമ രാജ്ഭവൻ ഭർത്താവിന് വിദേശത്ത് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ ക്യാൻസർ മാറുന്നതിന് വേണ്ടിയും ദുബായിലുള്ള കാര്യങ്ങൾ സാധിച്ചു നൽകുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ബിന്ദു ബാബു എൻ്റെ മകൻ്റെ വിവാഹത്തിൽ മകളുടെ വിവാഹം നല്ല രീതിയിൽ നടക്കുന്നതിന് വേണ്ടിയും കൃത്യവിശ്വാസമുള്ള വരനെ ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സിൻഡിൽ ആൻ്റണി കുടുംബ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കൾ ഈശോയിൽ അനുസരണയുള്ളവരായി തീരുന്നതിനും ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജിമ്മി തോമസ് എൻ്റെ ഇളയ മകൻ്റെ കുടുംബ സമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയും മകന് മാനസിക പ്രശ്നം മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഡോണ ദൈവകൃപയിൽ നിറയുന്നതിനും ജോലി ലഭിച്ച് ശുഭമാകുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സാംസൺ USA നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സ്വപ്ന ജോയ്മാൻ കുടുംബത്തിലുള്ള ഭർത്താവിൻ്റെ അമ്മമാരുടെ വഴക്ക് മാറിക്കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. എൻ്റെ ക്യാൻസർ രോഗം മാറുന്നതിന് വേണ്ടിയും കുട്ടിയുടെ പഠനം നന്നായി ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സോഫി രാജൻ മോളിയുടെ സുഖപ്രസവം ലഭിക്കുന്നതിന് വേണ്ടിയും സ്ഥലം വിൽക്കുന്നതിന് വേണ്ടിയും
2 കുട്ടികളെയും സംരക്ഷിക്കുന്നതിനുള്ള കൃപയ്ക്ക് വേണ്ടിയും ഭാര്യയെ നന്നായി നോക്കുന്നതിനുള്ള കൃപയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ശ്രീകുമാർ ജോലി തടസ്സം മാറുന്നതിന് വേണ്ടിയും ശാരീരിക സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടിയും കുടുംബത്തിൽ സമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഷൈനി കുടുംബം മുഴുവൻ തിരുസഭയോട് ഐക്യപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അന്നമ്മ ജോസഫ് എൻ്റെ ഭർത്താവിൻ്റെ ക്യാൻസർ മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജോലി തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജെസ്സി ജോസഫ് ഇച്ചായൻ്റെ മദ്യപാനം മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദിവ്യയ്ക്ക് നല്ല അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ക്രൈനി കുടുംബം വിശുദ്ധിയിൽ വളർന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനിയത്തിയുടെ കുടുംബജീവിതം വിശദീകരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദിവ്യ ടിനു പ്രാർത്ഥനാ ജീവിതത്തിലായിരിക്കുവാൻ ചീത്ത കൂട്ടുകെട്ടിൽപ്പെടാതെ ഭർത്താവിനെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകൾ തീർത്ത് കിട്ടി PR കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജോസ്ന കുഞ്ഞിൻ്റെ ആരോഗ്യം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷൈനി വെഡ്ഡിങ് ആനിവേഴ്സറി നടക്കുന്നതിനും സമാധാനം ലഭിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നു. ഭർത്താവിൻ്റെ ജന്മദിനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജന്മദിനാഘോഷമായി സമാധാനമായി തീർക്കുന്നതിന് വേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷിമി സാമ്പത്തിക പ്രശ്നങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാഗർ ജോയി മകൻ്റെ വിസയും ടിക്കറ്റും എത്രയും വേഗം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകനെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭർത്താവിൻ്റെ മദ്യപാനം മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സുധാ സുമേഷ് പ്രാർത്ഥനാവരം ലഭിക്കുന്നതിന് വേണ്ടിയും കടബാധ്യത മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അനിത എൻ്റെ വയറ്റിലെ കല്ലിൻ്റെ അസുഖം മാറ്റി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. മകൾ അശ്വതിക്ക് ദുബായിൽ ജോലി കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൾ രേവതിക്ക് നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എമിലി മക്കൾ സമാധാനത്തിൽ ജീവിക്കുവാൻ അവരുടെ ബന്ധം തകരാതിരിക്കുവാൻ ഒരുമിച്ച് നാട്ടിൽ ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയങ്ക പരീക്ഷ വിജയിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം സന്തോഷമായി ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോൺ പോൾ കുടുംബത്തിൻ്റെ എല്ലാ സമാധാനത്തിനും ആരോഗ്യത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ബിന്ദു സുബ്രഹ്മണ്യൻ മനോജേട്ടൻ്റെ കുടുംബത്തെ സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടമുറിയുടെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടിയും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമ്പർ കിട്ടാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. മെറ്റിൽഡ ഫിലിപ്പിൻ്റെ കുടുംബം ദൈവസ്നേഹത്തിലും സമാധാനത്തിലും ജീവിക്കാൻ വേണ്ടി മക്കളുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മഞ്ജു വിശുദ്ധിയിൽ ജീവിക്കാൻ കൃപ നൽകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മോൻ ജർമ്മനിയിൽ പോകുന്നതിനും പരീക്ഷ പാകുന്നതിനും വേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റിയ എക്സാം നന്നായിട്ട് പഠിച്ച് പാസ്സാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മനോജ് റിച്ചാർഡ് ജോലി സംബന്ധമായ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയും ജോലിയിൽ ഉയർച്ച ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നീത മകൾക്ക് B.Ed പാസ്സാകുന്നതിന് വേണ്ടിയും സഹോദരൻ്റെ ശാരീരികമായ അസുഖങ്ങൾ മാറുന്നതിന് വേണ്ടിയും കുടുംബത്തെ സമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഷേർലി ഷാജൻ മോൾക്ക് നല്ലൊരു കമ്പനിയിൽ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും കുടുംബത്തിൽ സമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയും സ്ഥലം വിൽക്കുന്നതിനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സിസിലി ജോസഫ് കുടുംബ സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേരി ജോസ് കുടുംബ സമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയും ദിവ്യയുടെ രോഗ്യസൗഖ്യത്തിന് വേണ്ടിയും കുഞ്ഞിൻ്റെ ടോം എന്ന കുഞ്ഞിന് വേണ്ടി സമാധാനമായി ജീവിക്കുന്നതിന് വേണ്ടി കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇവരുടെ എല്ലാ നിയമങ്ങളും സമർപ്പിച്ചുകൊണ്ട് നന്മ നിറഞ്ഞെല്ലാം ചെല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ പേഴ്സണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ പേഴ്സണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ പരിശുദ്ധ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാൻ്റെ അപേക്ഷണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാൻ്റെ അപേക്ഷണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാൻ്റെ അപേക്ഷണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനുടെ അപേക്ഷണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ പരിശുദ്ധ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജയമാളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 5-ാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് മനുഷ്യമക്കളോടുള്ള സ്നേഹം പ്രകടമാക്കുന്നതിനെപ്പറ്റി ധ്യാനിക്കുക. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഈ 5-ാം ദിവ്യരഹസ്യം സമർപ്പിക്കുമ്പോൾ നമുക്ക് കൃപാസനത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള ബഹുമാനപ്പെട്ട BP ജോസഫ് അച്ഛനെ സമർപ്പിക്കാം. അച്ഛൻ്റെ എല്ലാവിധ ആത്മീയവും സാംസ്കാരികവും സാമൂഹ്യവും ആത്മീയ തലത്തിലുള്ള എല്ലാവിധ ശുശ്രൂഷകളും നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോയെ, അച്ഛന് ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. അച്ഛൻ എഴുതുന്ന എല്ലാവിധ ആത്മീയവും സാംസ്കാരിക തലത്തിലുള്ള സാമൂഹിക തലത്തിലുള്ള പുസ്തകങ്ങളുണ്ട്. അതെല്ലാം എല്ലാവരും വായിച്ചത് ആശ്വാസവും ദൈവകൃപയും ലഭിക്കുവാനായിട്ട്, സൗഖ്യവും സമാധാനവും ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇവിടുത്തെ അൾത്താര മുതൽ അടുക്കള വരെയുള്ള എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിക്കുന്നു. എല്ലാ ദിവസവും ഇതുവരെയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ളവരെയും പുതുക്കി പ്രാർത്ഥിച്ചിട്ടുള്ളവരുടെയും എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ ഞങ്ങളിപ്പോൾ സമർപ്പിക്കുകയാണ്. ഇവിടെ കാലുകുത്തി പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് ഉത്തരം കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകർ ദൈവത്തിന് വേണ്ടിയിട്ട്, ഈശോയ്ക്ക് വേണ്ടിയിട്ട്, പരിശുദ്ധമ്മയുടെ മധ്യസ്ഥയിൽ ഈ പുണ്യഭൂമിയിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ഈശോയെ അവരുടെ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും കൊടുക്കുവാനും അതോടൊപ്പം അവരുടെ കുടുംബങ്ങളെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അമ്മയുടെ നീല മേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുവാനും ഈശോയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം നൽകി അനുഗ്രഹിക്കുവാനും പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ബഹുമാനപ്പെട്ട അച്ഛൻ്റെ എല്ലാവിധ ടോക്കുകളും എല്ലാവിധ പ്രസംഗങ്ങളും മരിയൻ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള വിശ്വാസം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുവഴി ഈശോയിലേക്ക് കൂടുതൽ അടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ടോക്കുകളും, പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസത്തെയും ഡെയിലി ബ്രെഡ്, ഇതെല്ലാം ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവേ, ഇതെല്ലാം എല്ലാവർക്കും ദൈവാത്മാവ് നിറയപ്പെടുവാനും അവർക്ക് ആത്മീയവും ഭൗതികപരമായ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഇതോടൊപ്പം എല്ലാ ഞായറാഴ്ചയും ഇപ്പോൾ ഇവിടെ തുടങ്ങി എന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ ജോമോളുടെ ലിവിങ് ഓറക്കിൾസ് എന്നുള്ള ആ ഒരു
ആത്മീയ പരിപാടി, അതായത് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ, വർഷങ്ങൾക്ക് മുൻപുള്ള 13 വർഷത്തിന് മുമ്പുള്ളവരുടെ കുറിച്ചുള്ള സാക്ഷ്യങ്ങളെല്ലാം അതെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ആ ഒരു സംരംഭത്തെ പരിശുദ്ധാത്മാവ് അനുഗ്രഹിച്ച് ആശീർവദിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള എല്ലാ ശുശ്രൂഷകളെയും മറ്റെല്ലാ ശുശ്രൂഷകളെയും സമർപ്പിക്കുന്നു. അതുപോലെ മരിയൻ ഗാർഡൻസ്, അവിടെ നടക്കുന്ന കൺസ്ട്രക്ഷനൊക്കെ സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ പഴയ സോഷ്യോ എന്നുള്ള ഇപ്പോൾ മിഷൻ സെൻ്ററാക്കി മാറ്റിയിരിക്കുകയാണ്. അവിടെ നടക്കുന്ന എല്ലാ സംരംഭങ്ങളെയും അതുപോലെ കൺസ്ട്രക്ഷൻ എല്ലാം സമർപ്പിക്കുന്നു. അതോടൊപ്പം പള്ളിത്തോടിൽ നടക്കുന്ന എല്ലാ സാംസ്കാരിക പൈതൃകങ്ങളെയും അവിടെ നടക്കുന്ന എല്ലാ കൺസ്ട്രക്ഷനും അവിടുത്തെ എല്ലാം പരിശുദ്ധാത്മാവിനെ വിജയിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. സർവോപരി ഇവിടെ ഓരോ ദിവസവും വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്ക് കണ്ണീര് ഒപ്പി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയോട് ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. അതോടൊപ്പം പരിശുദ്ധ അമ്മയുടെ ഇവിടുത്തെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എത്രയും വേഗം അത് അമ്മയുടെ ഈ പ്രത്യക്ഷപ്പെടലിനെ അംഗീകരിക്കുന്നതിന് വേണ്ടി ശരിക്കും പഠിക്കുവാനും അതിൻ്റെ എല്ലാ പേപ്പറുകളും അത് എത്രയും വേഗം അത് മുന്നോട്ട് കൊണ്ടുപോയി അംഗീകാരം ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധ അമ്മയുടെ വിലഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് 5-ാം ദിവരഹസ്യം നമുക്ക് ജപിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു, ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു, ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു, ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു, ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു, ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേലെ, ദൈവദൂതനായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ ഔസേപ്പെ, സിംഹന്മാരായ വിശുദ്ധ പത്രോസ്, വിശുദ്ധ പൗലോസ്, വിശുദ്ധ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായെ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാൻ്റെ തൃപ്പാദത്തിൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ആശ്വാസമേകണമേ. ജീവിതവീഥി അന്തരാളങ്ങൾ കരുണതൻ പൊൻമുദ്രകൾ ചൊരിയണമേ. നിത്യസഹായി മാതാവേ, പാപികൾക്ക് ആശ്വാസമേകണമേ. ജീവിതവീഥി അന്തരാളങ്ങൾക്ക് കരുണതൻ പൊൻമുദ്രകൾ ചൊരിയണമേ. നിത്യസഹായി മാതാവേ. ഒരു സ്നേഹ സാമ്രാജ്യം ഇവിടെ പരിശുദ്ധ കന്യാമറിയമേ, നിത്യസഹായി മാതാവേ, പാപികൾക്ക് ആശ്വാസമേകണമേ. ജീവിതവീഥി അന്തരാളങ്ങൾക്ക് കരുണതൻ പൊൻമുദ്രകൾ ചൊരിയണമേ. നിത്യസഹായി മാതാവേ. എട്ടാം തീയതി സുതനായ ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മഹിമ. ഒന്നാമത്, ഈ പരമരഹസ്യത്താൽ പരിശുദ്ധ കന്യകാമറിയം ലോകത്തിനൊക്കെയും രാജ്ഞിയായി. രണ്ടാമത്, സകല വരപ്രസാദങ്ങളാലും അലങ്കൃതമായി. മൂന്നാമത്, സർവേശ്വരൻ്റെ മാതാവായും നിയമിതനായി. ആദ്യം, സുതനായ സർവേശ്വരൻ കന്യകാമറിയത്തിൻ്റെ ഉദരത്തിൽ ഉത്ഭവിച്ച് മനുഷ്യ സ്വഭാവമെടുത്ത് ആ അമ്മയ്ക്ക് സാക്ഷാൽ കുമാരനായി. രാജാക്കൾക്ക് രാജാവും സകലർക്കും രക്ഷിതാവും അളവില്ലാത്ത മഹിമ പ്രതാപമുള്ളവനുമാണെങ്കിലും മിശിഹ ലോക നടപ്പനുസരിച്ച് തൻ്റെ അമ്മയായ കന്യകാമറിയത്തിന് കീഴ്വഴങ്ങിയതിനാൽ ആ പരിശുദ്ധ കന്യക രക്ഷിതാവിനെ രക്ഷിച്ചവളായും എല്ലാവർക്കും രാജ്ഞിയായും അഗോചരമായ മഹിമപ്രാപ്തിയായിരിക്കുന്നു. അതുകൊണ്ട് അത്ഭുതത്തിന് വിഷയമായ ദിവ്യമാതാവ് ഉന്നത സിംഹാസനത്തിന്മേൽ ഇരിക്കുന്നതിൻ്റെയും ദൈവദൂതന്മാരും മറ്റ് മോക്ഷവാസികളും ഈ രാജ്ഞിയെ ആചരിച്ച് വണങ്ങുന്നത് കൂടാതെ മോക്ഷരാജാവായിരിക്കുന്ന തൻ്റെ പുത്രൻ കൂടെയും മാതാവ് അപേക്ഷിക്കുന്നതിന് കൽപ്പനാരൂപത്തെ സ്വീകരിച്ചുകൊണ്ട് തദനുസരണം പ്രവർത്തിക്കുന്നതിനെയും കണ്ട് നാം സന്തോഷിച്ച് ഈ മാതാവിന് കീഴ്വഴങ്ങിയ കുമാരന് സ്തുതിച്ചാരാധിക്കുകയും മാതാവിന് കൊടുക്കപ്പെട്ട മഹിമയ്ക്കായി നന്ദി പറയുകയും വേണം. രണ്ടാമത്, കന്യകാമറിയം തൻ്റെ തിരുവുദരത്തിൽ സുതനായ സർവേശ്വരനെ ഗർഭം ധരിച്ചതോടെ സകല പുണ്യസമ്പത്തുകളും പ്രാപിച്ച് എന്നതിൽ സംശയമില്ല. പരിശുദ്ധ കന്യക സർവേശ്വരൻ്റെ മാതാവാകുന്നതിന് മുമ്പ് തന്നെ അനവധി വരപ്രസാദങ്ങളാൽ അലങ്കൃതമായിരുന്നു. എങ്കിലും ഇവ തൻ്റെ സ്വന്തമെന്ന് വിചാരിക്കാതെ സർവേശ്വരൻ്റേത് എന്ന് വിചാരിച്ചാണ് വന്നിരുന്നത്. ദൈവമാതാവായതിൻ്റെ ശേഷം, അതായത് സകല സ്വർഗീയ സമ്പത്തുകളുടെയും സമസ്ത വരപ്രസാദങ്ങളുടെയും നാഥനായ സർവേശ്വരൻ തനിക്ക് പുത്രനായി തീർന്നപ്പോൾ ഈ നിക്ഷേപങ്ങളും വരപ്രസാദങ്ങളും തനിക്ക് സ്വന്തം പോലെ ആയിത്തീർന്നു. അതുകൊണ്ട് ആത്മീയ വരങ്ങൾ കന്യകാമറിയം തൻ്റെ ഇഷ്ടം പോലെ മനുഷ്യർക്ക് നൽകുന്നു. ഈ ബോധത്തോടെ മറിയത്തിൻ പക്കൽ
അടുത്ത് നമുക്ക് ആവശ്യമായിരിക്കുന്ന സകല നന്മകളും ഏറ്റവും വിനയപൂർവ്വം അപേക്ഷിച്ചു കൊള്ളാം. മൂന്നാമത്, പരിശുദ്ധ മറിയം മറ്റ് മനുഷ്യരെ പോലെ ദൈവത്തിനടിമയായിരുന്നു. എങ്കിലും സുതനായ ദൈവം ഈ നാഥയുടെ ഉദരത്തിൽ ഉത്ഭവിച്ച ദിവസത്തിൽ ഈ ദാസാവസ്ഥ വെടിഞ്ഞ് ദൈവമാതാവ് എന്ന ഉന്നത സ്ഥാനം സ്വീകരിക്കുകയും തന്മൂലം സകല സൃഷ്ടികളാലും വണങ്ങപ്പെടാൻ യോഗ്യയായി തീരുകയും ചെയ്തു. ദൈവദൂതന്മാർ പോലും മാതാവിൻ്റെ ഈ ഉന്നത മഹിമയെക്കുറിച്ച് അറിയിക്കുന്നതിന് ശ്രമിച്ചാലും യോഗ്യതയ്ക്ക് തക്കവണ്ണം ഈ നാഥയെ സ്തുതിപ്പാനും പുകഴ്ത്താനും സാധിക്കുന്നതല്ല. ഇത്രയും മഹിമയും വല്ലഭത്വവും നിറഞ്ഞ ദൈവമാതാവിനെ നാമും കഴിയും വണ്ണം സ്തുതിക്കുന്നെങ്കിൽ ഈ നാഥ നമുക്ക് ആവശ്യമായിരിക്കുന്ന സഹായങ്ങൾ തരുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കാവുന്നതാണ്. ദൃഷ്ടാന്തം: ഏതു വക നാശങ്ങളിലും തിരുസഭ പരിശുദ്ധ ദേവമാതാവിൻ്റെ സഹായം അന്വേഷിക്കുക പാരമ്പര്യമായി നടന്നു വരുന്ന പതിവാകുന്നു. പരിശുദ്ധ കന്യകയാകട്ടെ തൻ്റെ അടുക്കൽ വരുന്നവരെ ഉപേക്ഷിക്കാതെ എപ്പോഴും തൻ്റെ വല്ലഭത്വത്തെയും കൃപയെയും കാണിപ്പാൻ സന്നദ്ധയായും ഇരിക്കുന്നു. ലെപ്പാൻതെ എന്ന സ്ഥലത്ത് യുദ്ധത്തിൽ ഈ സ്വർഗരാജ്ഞി ക്രിസ്ത്യാനികളോട് കാണിച്ച ദയ അസാമാന്യമായിരുന്നു. 1571 ആണ്ടിൽ മുഹമ്മദിയർ അടിക്കടി ലഭിച്ച വിജയങ്ങൾ മൂലം അഹങ്കാരികളായി ക്രിസ്തീയ ലോകം മുഴുവനും കീഴ്പ്പെടുത്തണമെന്നും എല്ലാ ദേവാലയങ്ങളിലും തങ്ങളുടെ കൊടി തിരുസ്ലീവ കൊടിക്ക് പകരം സ്ഥാപിക്കണമെന്നും തങ്ങളുടെ രാജാവിനെ ഭൂലോകമൊക്കെയും ഏകാധിപതിയായി നിയമിക്കണമെന്നും തീർച്ചപ്പെടുത്തി. ഈ ഉദ്ദേശസിദ്ധിക്കായി അസംഖ്യം സേനകളെ ചേർത്ത് അനവധി പടക്കപ്പലുകളും തീർപ്പിച്ച് യുദ്ധം ചെയ്ത് അനേകം രാജ്യങ്ങൾ നശിപ്പിക്കുകയും നഗരികൾ പിടിച്ചടക്കുകയും ചെയ്തു. ഒടുവിൽ ഇത്താല്യ രാജ്യം കൈവശപ്പെടുത്തുന്നതിനുള്ള ശ്രമമായി. അക്കാലത്തിൽ തിരുസഭയെ ഭരിച്ചു വന്ന 5-ാം പീയസ് മാർപ്പാപ്പ ഈ ആപത്ത് നീങ്ങാൻ ദേവമാതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കുകയും വിശ്വാസികളെ എല്ലാവരും 153 മണി ജപം ചെല്ലണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. ക്രിസ്ത്യാനികൾക്ക് ജയം ലഭിക്കുമെന്ന പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്ന ഇദ്ദേഹം ക്രിസ്ത്യാനികളുടെ സേനാധിപൻ യുദ്ധസമയത്തിൽ ഉയർത്തുന്നതിന് ഒരു സ്ലീവാക്കൊടി ആശീർവദിച്ച് കൊടുത്തയച്ചപ്പോൾ ദൈവമാതാവിൻ്റെ സഹായത്താൽ വിജയം നിശ്ചയമാണെന്ന് പ്രസ്താവിക്കുകയുണ്ടായി. അത് കാരണത്താൽ സൈന്യാധിപൻ അത്യധികം സന്തോഷത്തോടെ കപ്പൽ കയറി ശത്രുക്കളുടെ നേരെ ചെന്നു. ക്രിസ്ത്യാനികളുടെ പടക്കപ്പൽ ശത്രുക്കളുടേതിനേക്കാൾ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു. എങ്കിലും അധൈര്യപ്പെടാതെ മുറയ്ക്ക് യുദ്ധം തുടങ്ങി. അപ്പോൾ മാർപ്പാപ്പ കൊടുത്തയച്ചിരുന്ന ശ്രീവാക്കൊടി ഉയർത്തപ്പെട്ടതിനെ കണ്ട് ക്രിസ്തീയ ഭടന്മാർ സാഷ്ടാംഗമേണ ഈശോമിശിഹായുടെയും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും തിരുനാമങ്ങൾ ഭക്തിപൂർവം ചൊല്ലുകയും ദൈവകാര്യങ്ങൾക്കായി തങ്ങളുടെ രക്തമെല്ലാം ചിന്തുന്നതിന് മനസ്സായിരിക്കുന്നു എന്ന് വാഗ്ദാനം ചെയ്ത് അവർണ്ണീയമായ സന്തോഷത്തോടെ എഴുന്നേറ്റ് ശത്രുക്കളുടെ നേരെ സിംഹങ്ങളെപ്പോലെ പാഞ്ഞെത്തുകയും ചെയ്തു. യുദ്ധാരംഭത്തിൽ കാറ്റ് ഇവർക്ക് പ്രതികൂലമായിരുന്നു. എന്നാൽ ദൈവശക്തിയാൽ കാറ്റ് മാറി വീശുകയും 5 മണിക്കൂർ നേരത്തേക്ക് ഇരുകൂട്ടരും തമ്മിൽ ഒരു ഘോര സമരം നടത്തുകയും ചെയ്തു. ഒടുവിൽ മുഹമ്മദിയർ പരാജിതരായി. അവരുടെ കപ്പലുകൾ ഏറിയ കൂറും സമുദ്രത്തിൽ താണ് അനേകായിരം ജനങ്ങൾ മരിച്ചു. അടിമകളാക്കപ്പെട്ടിരുന്ന 15,000 ക്രിസ്ത്യാനികൾ രക്ഷിക്കപ്പെട്ടു. തന്മൂലം ശത്രുക്കളുടെ അഹങ്കാരവും ശക്തിയും ക്ഷയിച്ചു. ഈ കീർത്തിപ്പെട്ട യുദ്ധം നടക്കയിൽ മാർപ്പാപ്പ ആലോചനക്കാരുമായി വത്തിക്കാൻ അരമനയിൽ ചില കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിലും ദൈവപ്രേരിതനായി യുദ്ധത്തിൻ്റെ വിസ്മരണീയമായ ഫലം, അതായത് ക്രിസ്ത്യാനികളുടെ വിജയം, അവരെ അറിയിക്കുകയും അതിനായി സർവേശ്വരന് കൃതജ്ഞതാസ്തോത്രം ചെയ്യണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. ഇതുകൂടാതെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ അനുഗ്രഹത്താൽ ഈ അത്ഭുതകരമായ ജയം സംഭവിച്ചതിൻ്റെ സ്മരണയ്ക്കായി ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥന ദൈവമാതാവിൻ്റെ ലുത്തിനിയായിൽ ചേർക്കാനും ഒരു തിരുനാൾ ഈ നാഥയെക്കുറിച്ച് ഈ നാമത്തിൽ കൊണ്ടാടാനും ആജ്ഞാപിക്കുകയും ചെയ്തു. ക്രിസ്ത്യാനികളെ, നിങ്ങൾക്ക് വരുന്ന ആപത്തുകളിലും ഞെരുക്കങ്ങളിലും നമ്മുടെ സംഗതമായ ദൈവമാതാവിനോട് ഭക്തിപൂർവം പ്രാർത്ഥിക്കും. ജപം.
സ്ത്രീജനങ്ങളിൽ വെച്ച് ആശീർവദിക്കപ്പെട്ട മറിയമേ, സർവ്വലോക നിയന്താവും എല്ലാ വരപ്രസാദങ്ങളുടെയും ഇരിപ്പിടവുമായിരിക്കുന്ന ഈശോയെ, നീ പ്രസവിച്ചതിനാൽ സ്വർഗീയ സമ്പത്തുകൾ കൊണ്ട് സമ്പൂർണ്ണയായിരിക്കുന്നുവല്ലോ. അവയെ മനുഷ്യർക്ക് കൊടുക്കാൻ അങ്ങേക്ക് ശക്തിയും മനസ്സുള്ളതിനാൽ ഞാൻ സന്തോഷിച്ച് ആശ്വസിക്കുകയും എന്റെ ആത്മാവും ശരീരവും അങ്ങേ തൃപ്പാദത്തെങ്കിൽ ഞാൻ കാഴ്ച സമർപ്പിക്കുകയും ചെയ്യുന്നു. എന്റെ പുണ്യദാരിദ്ര്യവും പാപാധിക്യവും കണ്ട് അലിവ് തോന്നി മേലാൽ ഞാൻ ജീവിക്കുന്ന കാലത്തിലും എന്റെ മരണസമയത്തിലും എനിക്ക് വേണ്ട അനുഗ്രഹ സഹായങ്ങൾ ചെയ്തരണമേ എന്ന് എന്റെ തൃപ്പാദത്തെങ്കിൽ മുത്തിക്കൊണ്ട് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവിനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടുവെന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചുകൊള്ളണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വർണ്ണമുള്ള സ്വർണ്ണത്താൽ ഉറച്ച് നിന്റെ തൃപ്പാദങ്ങൾ ഞാൻ അടുത്തു വരുന്നു. നടുവേർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കാട്ടുള്ളണമേ. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതം ഇതാ നിന്റെ സങ്കേതത്തെ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ. സർവസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധ മറിയമ്മേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേലലുവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നീ ഞങ്ങളെ രക്ഷിക്കണമേ. നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്ന ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്ന ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, അജ്ഞാനികൾ മുതലായ ദുർമതക്കാർ മനസ്സേരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്ന ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, സത്യരാജാക്കൾ പ്രഭുക്കർ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പാപികളുടെ അപേക്ഷിക്കണമേ. സംഗീതമേ, മാർപ്പാപ്പ മുതലായ വേദപാലകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്ന ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പാപികളുടെ അപേക്ഷിക്കണമേ. സംഗീതമേ, നിന്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീര സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്ന ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. സുഹൃത ജപം. ഞങ്ങളുടെ ജീവനെ, ഞങ്ങളുടെ ജീവനെ, ഞങ്ങളുടെ ആശയെ, ഞങ്ങളുടെ ആശയെ, ഞങ്ങളുടെ മാധുര്യമേ, ഞങ്ങളുടെ മാധുര്യമേ, നിനക്ക് സ്വസ്തി. ഞങ്ങൾക്ക് സ്വസ്തി. 3 പ്രാവശ്യം. ഈശോമിശിഹായുടെ ഈശോമിശിഹായുടെ പറഞ്ഞപ്പുകൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചോളണം. ഈശോമിശിഹായുടെ പറഞ്ഞപ്പുകൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോമിശിഹായുടെ പറഞ്ഞപ്പുകൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചോളണം. സൽക്രിയ കഴിയുമെങ്കിൽ ഒരു ഭിക്ഷക്കാരന് വസ്ത്രം കൊടുക്കണം.